വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. നടി ആക്രമിച്ച കേസിൽ വിധി അടുത്ത മാസം 8-ന്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 7 വർഷവും 8 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് വിധി വരുന്നത്. ദിലീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നും ഉത്തരവ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, നടി ആക്രമിച്ച കേസ് ഏറെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കാം. കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും പ്രമാദമായ കേസ്, അന്വേഷണവും തുടരന്വേഷണവും പുനരന്വേഷണവും കണ്ട കേസ്, നിരവധി നിയമവ്യവഹാരങ്ങൾ മാറി മാറി കണ്ട കേസ്, ഇപ്പോഴിതാ വിധി വരുന്നു അല്ലെ? ഭവ്യ, നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് നടി ആക്രമിച്ച കേസിൽ വിധിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 7 വർഷവും 8 മാസവും എടുത്തു വിചാരണ അവസാനിക്കാൻ തന്നെ. ഇതിന്റെ വിചാരണ കാലഘട്ടം നീളുന്നത് തന്നെ വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വിചാരണ തടവുകാരന് ജാമ്യം അനുവദിക്കാത്തതും വിചാരണ തുടരുന്നതും, ഇത്ര അന്തമില്ലാതെ വിചാരണ തുടരുന്ന സാഹചര്യമൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ചോദ്യമായി ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് അടിയന്തരമായി വിചാരണ അവസാനിപ്പിക്കണമെന്നുള്ള സാഹചര്യം? എന്തായാലും ഒടുവിൽ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഡിസംബർ 8-ന് വിധി പ്രഖ്യാപിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് വിധി പ്രഖ്യാപിക്കും. ഹണിയം വർഗീസാണ് ജഡ്ജ്. ഈ ഡിസംബർ 8-നാണ് വിധി പ്രസ്താവം നടത്തുക. 2017 ഫെബ്രുവരി 17-ന്, അതായത് 8 വർഷത്തിന് മുൻപാണ് നടി ആക്രമിച്ചത്. ഈ വിധി വരുന്നത് തന്നെ ഈ നടി ആക്രമിക്കപ്പെട്ട, അതായത് കുറ്റകൃത്യം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരുന്നത്. നടി ഇതുമായി ബന്ധപ്പെട്ട് നടിയെ സംബന്ധിച്ച് അതിജീവനത്തിന്റെ കാലഘട്ടമായിരുന്നു ഈ 8 വർഷം എന്ന് വേണം പറയാൻ. കാരണം നിരവധി ആരോപണങ്ങൾ, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അടക്കമുള്ള ആരോപണങ്ങൾ, ഒടുവിൽ അവര് അതിജീവിത എന്നുള്ള പേര് മാറ്റി, അല്ലെങ്കിൽ അതിൽ നിന്ന് മറന്നീക്കി പുറത്തു വരാൻ വരെ തയ്യാറായിരുന്ന ഒരു കേസ്. പ്രത്യേകിച്ചും താൻ ഒളിച്ചിരിക്കേണ്ട ആളല്ല, പുറത്തു വന്ന് ഫൈറ്റ് ചെയ്യേണ്ട ആളാണ് എന്നുറക്കെ പ്രഖ്യാപിച്ച് ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട, അടച്ചിട്ട മുറിയിലൂടെ ഉള്ള കോടതി നടപടിക്രമങ്ങൾ വേണ്ട, തനിക്ക് തുറന്ന കോടതിയിൽ തന്നെ വാദം നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം എത്തിയ കേസ്. നിരവധി ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ എത്തുന്ന ഒടുവിൽ കോടതിക്ക് തന്നെ വിചാരണ നടപടികൾ നീട്ടാൻ വേണ്ടിയുള്ള പ്രതികളുടെ നീക്കമാണ് എന്ന് കോടതി തന്നെ അത്തരത്തിൽ വിമർശിക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിചാരണ ഘട്ടം ഒടുവിലായപ്പോൾ തന്നെ ദിലീപ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലെത്തുന്നു. അതുപോലെ പൾസർ സുനി ഫോറൻസിക് ഉദ്യോഗസ്ഥരെ, 2 ഫോറൻസിക് ഉദ്യോഗസ്ഥരെ വീണ്ടും വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലെത്തുന്നു. ഇങ്ങനെ പ്രതികളുടെ ഭാഗത്തു നിന്ന് തന്നെ വിചാരണ നീട്ടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇടപെടലാണ് എന്നുള്ള കോടതി നിരീക്ഷണമുണ്ടായി. അടിയന്തരമായി വിഷയത്തിൽ വിധി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും 7 വർഷവും 8 മാസവും കാത്തിരിക്കേണ്ടി വന്നു. കേരളം കണ്ടിട്ടുള്ള കേരളത്തെ ഏറ്റവും ഞെട്ടിച്ച, കേരളത്തിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ള ഒരു വിധിയിലേക്ക് എത്താൻ എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ 2 തവണയാണ് പ്രോസിക്യൂഷൻ പിന്മാറിയത്. അതിനുശേഷം ഇപ്പോൾ അഡ്വക്കേറ്റ് രാജകുമാറാണ് ഇതിന്റെ പ്രോസിക്യൂഷൻ. അദ്ദേഹം ഈ കേസ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പൊതുവെ ഈ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വിലയിരുത്തൽ. എന്നിരുന്നാലും എന്തായിരിക്കും ദിലീപിന്റെ വിധി? ദിലീപ് കേസിൽ 8ാം പ്രതിയാണ്. കേസിൽ 10 പ്രതികളുണ്ട്. ഈ 10 പ്രതികളും വിചാരണ തുടരുക. ഇപ്പോൾ നടിയുടെ അഭിഭാഷക TB മിനി നമുക്കൊപ്പം ചേർന്നു. ശ്രീമതി മിനി, എന്തായാലും ഡിസംബർ 8-ന് കേരളം കാത്തിരുന്ന ആ വിധി വരാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് പ്രതികൾക്ക് ശിക്ഷ കിട്ടാൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങള് ഒരുപാട് തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു സാധാരണ ഒരു കോൺസ്പിറസി കേസിൽ ഉണ്ടാവുന്നതിനേക്കാൾ ധാരാളം. പിന്നെ കേസിൽ എല്ലാവർക്കും അറിയാലോ, ആ തെളിവുകളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കോടതി അപ്രീഷിയേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വിധി. 100-ലധികം തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് ഒരു 8ാം പ്രതിക്കെതിരെ തന്നെ. മറ്റ് തെളിവുകൾ ധാരാളമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ധാരാളമുണ്ട്. പക്ഷെ ഇതൊന്നും, ഈ തെളിവുകളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണോ, പ്രതികൾക്ക് ശിക്ഷ കൊടുക്കത്തക്ക വിധത്തിലാണോ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ശ്രീമതി മിനി, 7 വർഷവും 8 മാസവുമാണ് ഇതിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീണ്ടുപോയത്, നമുക്കതറിയാം. അപ്പോൾ ഈ വിചാരണ നീണ്ടുപോയതിലും വിധി പറയാൻ വൈകിയതിലും ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ? അതിപ്പോ വിചാരണ, സ്വാഭാവികമായി വിചാരണ നീണ്ടുപോകുന്നത് വിക്ടിമിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട്, എല്ലാ വിക്ടിമിനെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
അത് ഈ കേസിൽ ഉണ്ടായി എന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള എവിഡൻസുകൾ ഇതിലേക്ക് ഏഡ് ചെയ്യപ്പെടുകയായിരുന്നല്ലോ. ഞങ്ങൾക്ക് തിക്താനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് ഞാൻ അതൊന്നും പറയണില്ല. പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും വിധിക്ക് ശേഷം. നമ്മളൊരു എന്നാലും ചോദിക്കട്ടെ, ഈ കേസിന്റെ വിചാരണയിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ തടസ്സങ്ങൾ അതെന്തൊക്കെയായിരുന്നു? തടസ്സങ്ങൾ പറയാമോ? തടസ്സങ്ങളല്ല, ഇത് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ടാമ്പർ ചെയ്യപ്പെടുകയോ ആ തെളിവ് ഹാഷ് വാല്യൂ മാറി. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു തെളിവായിരുന്നു മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്ന ഒരു വിഷയമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായത്. അത് പ്രതികൾക്ക് അനുകൂലമാക്കി മാറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഞാനടക്കമുള്ള ആളുകൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട്. കാരണം ഞങ്ങള് കോടതികൾക്കെതിരാണ് എന്ന നിലയിൽ പറഞ്ഞു പരത്താനായിരുന്നു പ്രതികളുടെ ശ്രമം. പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നമ്മൾ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ അത് ജുഡീഷ്യറിയുടെ ചില സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നോ അല്ല ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ പോലും നമ്മൾ ഭയമില്ലാതെ അതിനെ ഫേസ് ചെയ്യുകയും അതിനെതിരെ പോരാടുകയും ചെയ്തതാണ് ഈ കേസ് എന്ന് പറയുന്നത്. ലൈഫിൽ തന്നെ നമ്മൾക്ക്, ഞാനിപ്പോ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ തന്നെ ഞാൻ വലിയ ക്രൈസിസിലും അല്ല ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 വർഷക്കാലമായി ലൈഫ് തന്നെ നമ്മൾ പരിപൂർണമായി ഞാൻ അണ്ടർഗ്രൗണ്ടിൽ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. എനിക്കല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതയാണ് എന്ന് വിക്ടിം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ആ കുട്ടിക്ക് പൊതുസമൂഹത്തിൽ വരാനും സാധാരണ നമ്മളുടെ ഉള്ള ആളുകളെ പോലെ തന്നെ വിഷയങ്ങളിൽ ഇടപെടാനും നടനം നടത്താനും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനും മറ്റ് പൊതുപരിപാടികൾ പങ്കെടുക്കാനും പിന്നെ മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹം പരിപൂർണമായും സത്യത്തിൽ ഈ വിക്ടിമിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തിലല്ല, കേരളത്തിലെ ജനിക്കുകയും മറ്റ് രാജ്യങ്ങളിലും അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ രാത്രി പകല് ഇല്ലാതെ എന്നെ വിളിച്ചുകൊണ്ട് ഇതിന് നീതി കിട്ടുമോ, എന്ത് ഫൈറ്റാണ് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു വിളിച്ചിരുന്നത്. കാരണം നമുക്കൊരു ലീഗൽ ഫൈറ്റില് പൊതുസമൂഹത്തിന്റെ സപ്പോർട്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് ആരെയും നമുക്ക് സഹായം ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ പല ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെ ടാമ്പർ ചെയ്യപ്പെടുന്നു. അത് ഹൈക്കോടതിയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. ആ സുപ്രീം കോടതി വരെ പോകുന്നു. തിരിച്ച് ഹൈക്കോടതിയിൽ തന്നെ വരുന്നു. അതേ ജഡ്ജിയുടെ അടുത്ത് തന്നെ വരുന്നു. ആ ജഡ്ജി തന്നെ ആ മെമ്മറി കാർഡ് പുതിയ ഒരെണ്ണം എടുത്തു വെക്കാൻ വേണ്ടി വിധി പറയുന്നു. ഇതൊക്കെ അസാധാരണമായ സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ അപ്പോഴും യാതൊരു തരത്തിലുള്ള എന്താ പറയാ ഇത്രയധികം പ്രശ്നങ്ങൾ വ്യക്തി ജീവിതങ്ങളിൽ വരെ ഈ ലീഗലി എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വക്കീലന്മാർക്ക് ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ആരും പതറാതെ കൂട്ടമായിട്ട് ഞങ്ങള് നിൽക്കുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല, കോടതിയിൽ നിന്ന് പോലും ഈ നടിക്ക് നീതി കിട്ടുന്നില്ല, അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നില്ലെന്ന് പറയേണ്ടി വന്ന സാഹചര്യം നമ്മൾ കേട്ടതാണ്. മുഖ്യമന്ത്രിക്ക് പോലും പരാതി കൊടുക്കേണ്ടി വന്നു, സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഇതെല്ലാം പ്രബലരുടെ ഇടപെടൽ കാരണമുണ്ടായ വിഷമങ്ങളല്ലേ? അങ്ങനെ കരുതാൻ സാധിക്കില്ലേ? അതെ അതെ, ജനങ്ങൾ കോടികൾ ഇറക്കാൻ തയ്യാറുള്ള പ്രതികൾ, അവര് കോടികൾ ഇറക്കി അവര് എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളും ഉപയോഗിച്ച് അവരുടെ ഗുണ്ടായിസം അടക്കം ഉപയോഗിച്ചുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കാനും എനിക്ക് സാക്ഷികൾ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഈ വിധി പറയുന്നതിന് ശേഷം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കുറെ സാക്ഷികളുണ്ട്. അവരുടെ കൂടെ ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ കൂടി സഹകരണം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ പലതും ഞങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു അനുഭവം തന്നെയാണ്. ഇത് നമ്മൾക്ക് വിധിക്ക് ശേഷം എനിക്ക് ഇതൊക്കെ പറയാനായിട്ട് സാധിക്കും. അതൊരു വല്ലാത്ത അനുഭവമാണ്. എന്തായാലും നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 8ാം പ്രതിയായ ദിലീപ് വളരെയധികം സ്വാധീനശേഷിയുള്ള ആളാണ്. അപ്പൊ പ്രതിയുടെ ഇടപെടലിൽ താങ്കൾക്ക് ആശങ്കയുണ്ടോ?